ഹലോ, ഇത് നല്ലൊരു ഡെസേർട്ടിൻ്റെ റെസിപ്പിയാണ്. നമുക്കൊരു അരമണിക്കൂറോടെല്ലാം നല്ല അടിപൊളിയായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു കപ്പ് കുനാഫ ഡോ എടുത്തിട്ടുണ്ട്. കൈ കൊണ്ടൊന്ന് പൊടിച്ചിട്ട് അതിലേക്കൊരു 1.5 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതവിടെ മാറ്റി വെക്കാം. എന്നിട്ട് ഒരു 1/4 കപ്പ് പാല്, അതിലേക്ക് 2 ടീസ്പൂണ് കണ്ടൻസ്ഡ് മിൽക്ക് നല്ലോണം മിക്സാക്കിയിട്ട് അവിടെ മാറ്റി വെക്കാം. ഇനി ഈ കുനാഫ ഡോന് പകരം നമുക്ക് ഏതെങ്കിലും ഒരു ബിസ്ക്കറ്റ് എടുത്താലും മതി. ബിസ്ക്കറ്റ് നല്ലോണം പൊടിച്ചിട്ട് അതൊന്ന് ബട്ടറുമായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഈ ബേസ് ഉണ്ടാക്കാം. ലോ ഫ്ലെയിമിലിട്ടിട്ട് ഈ കുനാഫ ഡോയും ബട്ടറും നല്ലോണം മിക്സാക്കിയിട്ട് ഈ ഡോ ഒന്ന് ക്രിസ്പി ആക്കി എടുക്കാം. ലോ ഫ്ലെയിമിലിട്ടിട്ട് ചെയ്യണേ. അപ്പോൾ ഇത് ഈ ഒരു കളറിലെത്തുമ്പോൾ നേരത്തെ മാറ്റി വെച്ച പാലിൻ്റെ മിക്സും കൂടി ചേർത്തിട്ട് നല്ലോണം മിക്സാക്കി കൊടുക്കാം. ആ ഡെസേർട്ട് സെർവ് ചെയ്യുന്ന ജാറിൽ ഇത് ബേസായിട്ട് കൊടുത്തിട്ട് ഇത് ഫ്രിഡ്ജിലേക്ക് മാറ്റാം. അടുത്ത ലെയർ നോർമൽ കസ്റ്റാർഡിൻ്റെ പുഡിങ്ങാണ് കൊടുക്കുന്നത്. അതിൻ്റെ 1 കപ്പ് പാല് മാറ്റി വെക്കുക. എന്നിട്ട് 1/4 കപ്പ് പാലിലേക്ക് 1 ടീസ്പൂണ് കസ്റ്റാർഡും 3 ടീസ്പൂണ് ഷുഗറും ചേർത്തിട്ട് മിക്സാക്കിയിട്ട് വെക്കാം. ഇനി പാല് തിളച്ച് വരുമ്പം കസ്റ്റാർഡിൻ്റെ മിക്സിയിൽ ഒഴിച്ചിട്ട് നല്ലോണം ചൂടാക്കിയെടുക്കാം. ഇനി ഇത് സെക്കൻഡ് ലെയറായിട്ട് ഒഴിച്ചിട്ട് പിന്നെയും ഫ്രിഡ്ജിലേക്ക് തന്നെ വെക്കാം. ഇനി ഞാൻ ഒരു 1/4 കപ്പ് പാലെടുത്തിട്ടുണ്ടേ, അതവിടെ മാറ്റി വെക്കുക. പിന്നെ ഒരു 1/4 കപ്പ് പാലിലേക്ക് 1 ടീസ്പൂണ് കോൺഫ്ലോർ, 1 ടീസ്പൂണ് നിറച്ചിലും എടുക്കുന്നില്ല കേട്ടോ, അതും 3 ടീസ്പൂണ് പഞ്ചസാരയും 2 ഡ്രോപ്പ് വാനില എസൻസും അതും കൂടി ചേർത്തിട്ട് മിക്സാക്കിയിട്ട് അവിടെ മാറ്റി വെക്കാം. ഇത് ടോപ്പ് ലെയർ കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് ഈ പുഡിങ്ങിൻ്റെ എല്ലാം പോലെ കുറച്ച് കട്ടിയിൽ വേണമെങ്കിൽ കോൺഫ്ലോർ 1 സ്പൂണ് നിറച്ചിലും എടുക്കാം. ഇത് ഞാൻ കുറച്ച് ലൂസിലാണ് കൊടുത്തിട്ടുള്ളത്, അപ്പോൾ ഇത് കറക്റ്റാണ്. ഇത് നല്ലോണം തിളച്ച് വരുമ്പം ഈ കോൺഫ്ലോറിൻ്റെ മിക്സും കൂടി ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇനി ഇത് ഞാൻ ഇതിലേക്കൊരു 1/4 കപ്പ് വാൾനട്ട് നല്ലോണം ക്രഷ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. അത് ഇതിലിട്ടിട്ട് നല്ലോണം മിക്സാക്കാം. ഇനി ഇത് ഈ മിക്സ് ടോപ്പ് ലെയറായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ഫ്രിഡ്ജിലേക്ക് മാറ്റാം. ഈ ബേസ് ക്രിസ്പി ആയിട്ട് വേണമെങ്കിൽ കുനാഫ ഡോയും ബട്ടറും കുറച്ച് കണ്ടൻസ്ഡ് മിൽക്കും മാത്രം മിക്സാക്കിയിട്ട് അത് ബേസായിട്ട് കൊടുത്താൽ ക്രിസ്പി ആയിട്ട് കിട്ടും. പക്ഷേ ഇത് നല്ല ടേസ്റ്റ് ഉണ്ട്. അതിനെ ബേസ് നല്ല സോഫ്റ്റ് കേക്ക് പോലെയാണ് ഉണ്ടായത്. പിന്നെ മധുരവും എല്ലാം കറക്റ്റാണ്, നല്ല ടേസ്റ്റ് ഉണ്ട്. അതിന് പെട്ടെന്ന് ഒരു അരമണിക്കൂറിൻ്റെ ഉള്ളിലെല്ലാം നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഓക്കെ, ബൈ.